സി മലപ്പുറം ബഹ്റൈനിൽ ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ ബഹ്റൈനിൽ മലപ്പുറം ജില്ലക്കാരാണ്. ഇവിടെ വേറൊരു സംഘടന ഉണ്ടെങ്കിലും ചലിക്കാത്ത സംഘടനയല്ല ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യം. എല്ലാ മേഖലയിലുള്ളവർ, മലപ്പുറം ജില്ലയുടെ വിവിധ കൂട്ടായ്മകളിലുള്ളവർ അവിടെ വലിപ്പ ചെറുപ്പമില്ലാതെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളൊരു നല്ല ഉദ്ദേശത്തോടെ അതിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്വോക് കമ്മിറ്റിയുടെ ഒരു ചെയർമാനായിട്ടാണ് എന്നെ നിയമിച്ചിട്ടുള്ളത്. അത് നിലവിൽ കമ്മിറ്റി വരുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാ കായിക രംഗത്തായാലും മറ്റ് വിവിധ സേവന രംഗത്തായാലും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ചലനങ്ങളില്ലാതെ വലിയ രീതിയിൽ ജനങ്ങളെ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സമാധാനത്തിൻ്റെയും അന്തരീക്ഷമുള്ള ഒരു നാടാണ് മലപ്പുറം. അത് മലപ്പുറത്ത് വന്ന് നിന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും മലപ്പുറത്ത് ജില്ലയിലെ പൊന്നാനിക്കടുത്ത് വെളിയങ്കോടാണ് എൻ്റെ അമ്മയുടെ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ജനന സ്ഥലം എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഏത് മേഖലയിൽ എത്ര രീതിയിൽ പോയാലും ആ ജന്മനാടിനോടുള്ള സ്നേഹം അത് ആരായാലും മറക്കാൻ കഴിയാത്തതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ബഹ്റൈനിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൂട്ടിക്കൊണ്ട് എല്ലാ മേഖലയിലും ഒരു നല്ല പ്രവർത്തനം മലപ്പുറം ജില്ലക്ക് കഴിയണം എന്നുള്ള മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ള ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. മാത്രമല്ല ഇപ്പോൾ ബഹ്റൈനിൽ ഒരുപാട് ജില്ലകളുടെ ഒരുപാട് സംഘടനകൾ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ടെങ്കിലാണ് ഓരോ സംഘടനകൾക്കും അവരുടെ ജില്ലാ തലത്തിൽ കൂടുതൽ ഐക്യത്തിനും കൂടുതൽ ഒരുമക്കും കൂടുതൽ അറിയുവാനും സംഘടിക്കാനും ആ കൂട്ടായ്മയിൽ പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് നമുക്ക് ലക്ഷ്യമാക്കാൻ കിട്ടുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ മേടിക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ മലപ്പുറം ജില്ലാ കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു പേര് തന്നെ ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം എന്നാണ്. ഈ ഫോറം അതിൻ്റെ രീതിയിൽ ഇപ്പോൾ അടുത്താണ് നിലവിൽ വന്നെങ്കിലും അതിൻ്റെ ചലനശേഷി നല്ല രീതിയിലാണെന്ന് ഇപ്പോൾ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ചലിക്കാൻ കഴിയാത്തതെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം രീതിയിലൊന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ജില്ലയെ കുറ്റപ്പെടുത്തുന്ന പല വിഷയങ്ങളുണ്ട്. അപ്പോൾ എന്താണ് മലപ്പുറം ജില്ല എന്നുള്ളത് പ്രവാസ ലോകത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടതൊക്കെ നമ്മുടെയൊക്കെ ധർമ്മമാണ്. നമ്മുടെയൊക്കെ ആ ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട മറ്റ് ജില്ലക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ജില്ലക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അച്ഛൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലുള്ള തന്നെ ഞാനൊക്കെ ഓർമ്മ വെക്കുന്ന കാലത്ത് തന്നെ എൻ്റെ ഉപ്പ ലീഡറുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ കോൺഗ്രസ് ബന്ധമുണ്ടെങ്കിലും ഞങ്ങളുടെ മുന്നിലുള്ള രണ്ട് നേതാക്കന്മാരായിട്ടുള്ളത് ഒന്ന് പ്രിയദർശിനിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ കേരളത്തിൽ നമ്മൾക്കെല്ലാവർക്കും എക്കാലത്തും അഭിമാനമായിട്ടുള്ള ലീഡർ കെ കരുണാകരനുമായിരുന്നു. അപ്പം അതിലൂടെ വളർന്നു വന്ന ഞങ്ങൾക്ക് ആ കുടുംബത്തോട് വലിയൊരു ഐക്യവും ഒരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മുരളിയേട്ടനുമായിട്ട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ അടുത്തറിഞ്ഞവർക്കാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അത് എപ്പോഴും വളരെ കൃത്യതയോടെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്
ആ ഒരു കുടുംബത്തോടുള്ള അടുപ്പം. ആ കുടുംബത്തിലുള്ള എല്ലാവരോടുമായി നല്ല അടുപ്പം തന്നെയാണ്. പക്ഷേ മുരളിയേട്ടന് നമ്മുടെ ഒരു ഘട്ടത്തിൽ പാർട്ടി വിട്ട് പോരേണ്ടി വരികയും അദ്ദേഹത്തിൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കുകയും ആ ഒരു ബന്ധം കുടുംബപരമായി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് ഇന്നും എന്നും ഒരു അഭിമാനമായിട്ട് കാണുന്ന ഒരാളാണ്. ഞാൻ ഏകദേശം 85 ഞാൻ ബഹ്റൈനിൽ വരുന്നത്. ബഹ്റൈനിൽ ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ പ്രവാസികളും അനുഭവിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വളർന്ന് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ വിദ്യാഭ്യാസം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്ന സമയത്ത് നാടിൻ്റെ ചെറിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് 85 തന്നെ ഞാൻ കടക്കുന്നത്. അന്നത്തെ അവരൊക്കെ നമ്മുടെ ഈ ലോകത്തിനോട് തന്നെ വിട്ടുപോയവരാണ് അധികം. അവരുമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കിട്ടുന്ന അവധി സമയത്ത് അന്നൊക്കെ അതിന് ഉച്ചയോട് കൂടിയിട്ട് ജോലി കഴിയും. ജോലി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കും. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സാമൂഹ്യ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ അന്നും ചെറിയ ചില്ലറ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കച്ചവടത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ എന്നും വളരെയധികം കച്ചവടം ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഒരു കച്ചവടത്തിൻ്റെ ഒരു രക്തം നമ്മുടെ ശിരകളിലുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയണം. പക്ഷേ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ന സംഘടനകൾ എന്നൊന്നുമില്ല, അതിന് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. അത് കൂട്ടായ്മയായാലും ശരി, അതിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആ ഒരു നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മനസ്സ്, നമുക്ക് എനർജി, നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു പ്രചോദനം, അതുമായി നമ്മുടെ ലൈഫിന് കിട്ടുന്ന ഒരു സുഖം, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോഴോ കിട്ടുന്ന വലിയൊരു അനുഭൂതി, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. നമ്മളിപ്പോൾ കച്ചവടം ചെയ്യുന്നുണ്ട്, മറ്റുള്ളതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ ഒരു സംഘടനയോടെ കിട്ടുന്ന ഒരു ആത്മധൈര്യമുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഐക്യപ്പെടുന്ന ഒരു സംഗതികളുണ്ട്. അതിൽ നിന്നൂടെ നമുക്ക് കിട്ടുന്നത് വലിയൊരു ജീവിതശൈലിയാണ്. ആ ജീവിതശൈലിയിലാണ് എനിക്ക് ഇത്രയൊക്കെ തിരക്കായിട്ടും അത്തരം രീതിയിലൊക്കെ ഐക്യപ്പെടാനും പ്രവർത്തിക്കാനും കഴിയുന്നത്. ആ കഴിവ് മറ്റുള്ളവർക്കും കൂടി പ്രചോദനം നൽകുന്നതിന് പേരിൽ ഇന്നത്തെ ഈ ബഹ്റൈൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് സംഘടനകളും ഒരുപാട് കൂട്ടായ്മകളുണ്ട്. ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു നേട്ടമാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അത്തരം മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതായത് ഇവിടെ ഈ ബഹ്റൈനിൽ തന്നെ മലയാളിയുടെ ഇടയിൽ വിവിധ ജില്ലകൾക്ക് തന്നെ ഒരുപാട് സംഘടനകളുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നു കഴിഞ്ഞാൽ ഈ സംഘടനകൾ നിലനിർത്തുന്നവർ അവരെല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അതിന് പല ഘടകങ്ങളുണ്ടാവാം. അതിൽ ഈ മാറ്റി നിർത്തപ്പെടുന്നവരാണ് മറ്റ് സംഘടനകളുമായി മുന്നോട്ട് പോകുന്നത്. അത്തരം രീതികളിൽ ഇപ്പോൾ ഈ മലപ്പുറത്തിൻ്റെ മാത്രം പ്രത്യേകത എന്ന് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം മറ്റു ജില്ലകളിൽ നോക്കുമ്പോൾ ഓരോ സംഘടനക്കും 4ഉം 5ഉം സംഘടന വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ മലപ്പുറത്തിൻ്റെ സംഘടന സംബന്ധിച്ചിടത്തോളം ഒരു ഏകദേശം 20 വർഷത്തോളമായി അത് അവിടെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും തോന്നുമ്പോൾ ചലിപ്പിക്കുന്ന സംഘടനയോടൊന്നും ഇവിടെയുള്ള മലപ്പുറത്ത് സ്നേഹിക്കുന്നവർക്ക് അതിനോട് താല്പര്യമുണ്ടാവാത്തതാണ് ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കേണ്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജനങ്ങളുടെ ഇടയിൽ നിന്ന് മലപ്പുറത്തിനുള്ള അഭിപ്രായങ്ങൾ എനിക്കെപ്പോഴും കേൾക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു രീതിയിൽ ഇങ്ങനെ സംഘടന വേറെ രീതിയിൽ ഉണ്ടാക്കേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോകുന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൂ. അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം സന്തോഷമായി കഴിയുമ്പോഴാണല്ലോ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായും ഈ മലപ്പുറത്തിൻ്റെ പുതിയ കൂട്ടായ്മക്ക് അത്തരം രീതിയിലൊന്നും ഒരു വിഭാഗതയുമില്ല. ഈ കുഴക്കീഴിൽ വരാൻ അവരെ ഹാർദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ബിസിനസ് രംഗം കൊഴുപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സംഘടനകളുമായി കൂട്ടുപിടിച്ച് അവരെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് അവരുടെ ബിസിനസ് വിപുലമാക്കുക എന്നുള്ളൊരു ചിന്താഗതി. ഇത് ചെയ്യുന്നവരാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ മുന്നിൽ എത്രയോ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്.
പക്ഷേ ഇതിൽ നിന്ന് അവർക്ക് മുതലെടുപ്പാണ് ഉദ്ദേശം. ആ മുതലെടുപ്പിന് നിൽക്കാണ്ടിരുന്നാൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത്തരം രീതിയിലൊന്നും ഒരു സംഘടന ഇവിടെ പോയിട്ടില്ല. ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഈ പുതിയൊരു വൈറസ് പോലെ ഇത്തരം ഒരു രോഗം നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ളത്. അത് തീർച്ചയായും അതിനെ നശിപ്പിച്ച് കളയാൻ ബാക്കിയുള്ളവരെല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇവിടെ അവാർഡിനെ പറ്റിയിട്ട് ഒന്ന് എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. കാരണം 2009 ഞാൻ രാഷ്ട്രപതി ഭവനിൽ പോയിട്ട് അന്നത്തെ പ്രസിഡൻ്റായിട്ടിരുന്ന ബഹുമാനപ്പെട്ട പ്രതിഭ പാട്ടീലിൽ നിന്ന് ഞാൻ അവാർഡ് മേടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സ്വഭാവമുണ്ട്, കാശ് കൊടുത്ത് അവാർഡ് മേടിക്കുക. കാശ് കൊടുത്ത് അവാർഡ് കൊടുക്കുന്നവരും ബിസിനസ് ലക്ഷ്യമാണ്, അത് മേടിക്കുന്നവരും ബിസിനസ് ലക്ഷ്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഓഫീസിൽ ഒരു അവാർഡ് കിട്ടുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു മെമ്മോൻ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്നവർക്ക് ഇത് ഏത് തരം അവാർഡാണെന്ന് മനസ്സിലാവില്ല. പക്ഷെ അത് ചിന്തിക്കുന്നവർക്കറിയാം അത് കാശ് കൊടുത്ത അവാർഡാണെന്നുള്ളത്. അത്തരം ഒരു രീതിയിൽ നമ്മൾ വളരെയധികം ആ ഒരു രീതിയോട് ഏറെ വിമർശന വിധേയമായിട്ടുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കിയാൽ നല്ല കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിന് സുതാര്യമായിട്ട് മേടിക്കുന്നതിനൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ. അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരത് ചെയ്തതിൻ്റെ കർമ്മഫലമാണ്. നേരെ മറിച്ച് കാശ് കൊടുത്ത് കർമ്മഫലം പൈസ കൊടുത്ത് മേടിക്കുക എന്നുള്ളതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല.